നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴിയും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരമുണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് ഉള്ള യാത്ര ഈ മാസമാണെങ്കിലും ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിലാണെങ്കിലും ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കുവാൻ പോലും സാധ്യതയുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അപേക്ഷകൾ നൽകുവാനോ അതിനുവേണ്ടി പരിശ്രമിക്കാനോ സാധ്യത പോലും കാണുന്നതുമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് പണമൊന്നും ചെലവാക്കേണ്ടതില്ല എങ്കിൽ പോലും ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ചും കൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ദിശാ പദ്ധതിയോടുകൂടി ആവിഷ്കരിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഗുണകരമായുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പിന്മാറിയതിൻ്റെ വെളിച്ചത്തിൽ പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിച്ചു എന്നതിൻ്റെ ഒരു മനസ്സമാധാനം ഈശ്വര പ്രാർത്ഥനകളായിരിക്കാം, ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശങ്ങളായിരിക്കാം, ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളായിരിക്കാം. ഇതെല്ലാം തന്നെ ഒരു നിമിത്തം എന്ന നിലയിൽ അത് അനുകൂലമായുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കിയതിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേക വഴിപാടുകളെല്ലാം നേർന്നത് കൊടുത്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഈ മാസത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. സദാചാരങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി പല കാര്യങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ ഈ ജൂൺ മാസത്തിന് ശേഷം പ്രവേശനം ലഭിക്കുന്നത് വഴി മെയ് മാസത്തിലാവുകയില്ല. എന്നിരുന്നാൽ പോലും വിജയശതമാനം വർദ്ധിച്ചത് തക്കവണ്ണം സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടു കൂടിയതും ഉദ്ദേശിച്ച തസ്തികയോട് ബന്ധപ്പെട്ടും ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കാവൂ. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. ഭാവനകളും സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പ്രകൃതിക്ഷോഭത്താൽ ചില നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനിടവരുമെങ്കിൽ പോലും ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം കഴിഞ്ഞ വളരെ വർഷമായിട്ട് അനുവർത്തിക്കുന്നതിനാൽ നഷ്ടകഷ്ടങ്ങളെ അതിജീവിക്കാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പ്രായോഗിക വശവും ശാസ്ത്രീയ വശവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. മുടങ്ങിക്കിടപ്പുള്ള കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കാനിടവരും. ദുശ്ശീലങ്ങൾ ഒഴിവാക്കുവാനായിട്ട് വ്യായാമവും പ്രാണായാമമൊക്കെ ഉപകരിക്കുവാനിടവരും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. ആശ്രിതമായിട്ടുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുവാനിടവരും.
ജോലിയോടൊപ്പം പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായുള്ള ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടവരും. സർവർക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് പരിവർത്തനങ്ങൾ നടത്തുവാനും വിശേഷപ്പെട്ട ദേവാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം വന്നു ചേരും. ഓർമ്മശക്തി കുറവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടെല്ലാം എഴുതി വച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ട് ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും ഒരുപക്ഷെ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും മറവിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരം പോലും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ടിവരും എന്നറിഞ്ഞതിനാൽ പ്രത്യേകിച്ചും സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ കൂടുതൽ എല്ലാ വിഭാഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കും. അതിന് തക്കവണ്ണം സ്വയം തന്നെ സമയം കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതിയോ അഥവാ വിസയോ ലഭിക്കാത്ത പക്ഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായ സാഹചര്യങ്ങളോ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് തിരിച്ചു പോകേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരുവാനും ഇടയുണ്ട്. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അബദ്ധമായി തീരുവാനും നഷ്ടകഷ്ടങ്ങൾക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനും ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാനും സാധിക്കും. സങ്കല്പങ്ങളും ഭാവനകളും യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വൈജ്ഞാനികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടിയതും 2 വർഷത്തിന് ശേഷം പ്രതിഫലം ലഭിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലോ വ്യാപാര വിപണന വിതരണ മേഖലകളിലോ ഏർപ്പെടുവാനിടയുണ്ട്. എന്നാൽ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതും എല്ലാ വിധത്തിലുള്ള ചുമതലകളും വഹിച്ചും കൊണ്ട് വിതരണ വിപണന മേഖലയുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നിശ്ചിത ശമ്പളവും ലാഭശതമാന വിഹിതവും ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഇങ്ങനെയുള്ള ഒരു തൊഴിൽ മേഖലകളാണെങ്കിൽ സ്വീകരിക്കാവുന്നതുമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കാൻ സാധിക്കും. അച്ഛന് അസുഖങ്ങളുണ്ടാകുന്നത് വഴി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനിടവരും. ഒരുപക്ഷെ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്കോ ദൂരദേശത്ത് താമസിക്കുന്നവർക്കോ ജന്മനാട്ടിലേക്ക് വന്നു പോകുവാൻ തക്കവണ്ണമുള്ള അവധി ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചിലർക്ക് മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. മറ്റു ചിലർക്ക് ഈ ജൂൺ മാസകാലങ്ങളിൽ തന്നെ ജന്മനാട്ടിൽ വന്ന് തിരിച്ചു പോകേണ്ടതായ സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ട്. വിദഗ്ധമായുള്ള ചികിത്സകളാൽ രോഗശമനം വന്നു ചേരുവാനും തൊഴിൽ മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാനും അവസരമുണ്ടാകും. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിൽ പോലും ചില കാര്യങ്ങളിലെല്ലാം തന്നെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉന്നതരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് പുതിയ കർമ്മമണ്ഡലങ്ങളെപ്പറ്റി വിലയിരുത്തുവാനും എന്നാൽ മുതൽ മുടക്കിന് അനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലർക്കെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്.
സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. സാഹസപ്രവർത്തികളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. മംഗളകർമ്മങ്ങളിലും സൽക്കർമ്മങ്ങളിലും സജീവ സാന്നിധ്യം വേണ്ടിവരും. സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി ദാനധർമ്മങ്ങൾക്ക് പോലും അതിനുള്ളൊരു ലാഭശതമാന വിഹിതം അതിനുവേണ്ടി ചെലവാക്കാൻ തീരുമാനിക്കുന്നത് സംതൃപ്തിക്കും മനസ്സമാധാനത്തിനും അതിലുപരി സൽകീർത്തിക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. സദ്ശീലങ്ങൾ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നത് വഴി ദുഷ്കീർത്തികളെ അതിജീവിക്കാൻ സാധിക്കും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും യോഗ, പ്രാണായാമം എന്നിവ പരിശീലിക്കുവാനും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും സാധ്യത കാണുന്നു. ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ അതിശയോക്തി കലർന്ന സംസാര ശൈലിയിൽ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനും കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുവാനും സാധിക്കും. അവരത് സ്വീകരിക്കുമോ, അത് എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുമോ എന്നറിയില്ലെങ്കിൽ പോലും അബദ്ധങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ധർമ്മം അനുഷ്ഠിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. അപ്രതീക്ഷിതമായുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും ഉണ്ടാകും. കാർഷികമായുള്ള മേഖലയിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുന്നത് വഴി പുതിയ ആശയവിനിമയം നടത്തുവാനും വൈജ്ഞാനികമായിട്ടുള്ള മേഖലകൾ സ്വീകരിക്കുവാനുമുള്ള അവസരം വന്നു ചേരും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. വളരെ ലോക്യത്തോടു കൂടി തന്നെ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ ഇടവരും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് എത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെ കഴിഞ്ഞു പഠിപ്പ് എങ്കിൽ പോലും ഈ മെയ് മാസത്തിലായിരിക്കും തൃപ്തികരമായിട്ടുള്ളതും സുരക്ഷിതത്വമുള്ള ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നത്. ഇതാണ് മകൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.